സാർ, ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളൊന്ന് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി. പക്ഷേ നിർഭാഗ്യവശാൽ ആ ബിരിയാണി ഉണ്ടാക്കിയത് നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വരികയും ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പോയിട്ട് ഞാനിപ്പോഴാണ് വീട്ടിൽ വന്നത്. അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ ഞാൻ അല്പം താമസിച്ചു പോയത്. വീട്ടിൽ വന്നപ്പോഴേക്കും ബിരിയാണി പാത്രം കാലിയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. റിലേറ്റീവ് എടുത്തതും അയൽവക്കത്തെ വീട്ടിലെ കുട്ടികളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവർ ഇത് ഈ മസാല ഇതുപോലുള്ള ഒരു മസാലയിലുള്ള ബിരിയാണി ഈ പരിസരത്തൊന്നും കഴിച്ചിട്ടില്ല അവർ. അവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇന്ന് ഫസ്റ്റ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതോടുകൂടി തന്നെ എനിക്ക് അടുത്ത മാസം ഡിസംബറിൽ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അതിലേക്ക് ഒരു 3 കിലോ ബിരിയാണി വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോഴേ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ബിരിയാണി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അത് ഞാനന്ന് സാറിൻ്റെ അവിടെ നിന്നൊരു 3 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. ഇന്നിപ്പോൾ ഞാനത് 2 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. 2 കിലോ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വളരെ വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന സാറിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ ഒരു ബിഗ് സല്യൂട്ട്.